ചോളം എല്ലാം കായ്ച്ച് നല്ല മൂപ്പെത്തിയിട്ടുണ്ട്. ഇതുണ്ട്, ഇതാണ് നമ്മുടെ ചോളത്തിന് വേണ്ട. അപ്പം അതെല്ലാം ഒന്ന് പറിച്ചെടുക്കണം. എല്ലാത്തിലും ഉണ്ട് കേട്ടോ നമുക്ക്. വേണ്ട, ഈ ചെറുതിൽ വരെ ഉണ്ട്. ഇതാ വേണ്ട. അപ്പം നമുക്ക് ഒരെണ്ണം തൊലിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നമ്മളിവിടെ പറിച്ച് വെച്ചിട്ടുണ്ട്. കണിച്ച് പറിച്ചെടുത്ത് നോക്കട്ടെ. വാവ്, കണ്ട നമ്മുടെ നിന്ന് പൊളിച്ചെടുത്താണ്. നല്ല സ്വർണ്ണ കളറ് ഉണ്ട്. വെറുതെ കളയുന്ന 4 മണിയിൽ നിന്ന് നമുക്ക് ഇത്രയും ചോളക്കതിര് കിട്ടി. ഇതാ പറിച്ചിവിടെ കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ 1 or 2 മണിയാണെങ്കിലും ഓരോരുത്തർക്ക് കിട്ടിയാൽ അതൊന്നിട്ട്. ഇതിനിപ്പോൾ കണ്ട വലിയ വളപ്രയോഗമില്ല, ഷോർട്ട് ടൈം ഡ്യൂറേഷനാണ്. പെട്ടെന്ന് കിട്ടി, നല്ല സോഫ്റ്റാണ്. ഇത് കുറച്ച് മൂപ്പായിട്ടുണ്ട്. ശരിക്കും സ്വീറ്റ് കോൺ ആണെങ്കിൽ കുറച്ചും കൂടി മുമ്പേ നമ്മൾ പറിക്കേണ്ടതായിരുന്നു. പക്ഷെ ഞാനത് കുറച്ച് ലേറ്റായി. ഒന്നും കൂടി തണ്ട് ഉണങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ എനിക്കത്ര പരിചയക്കുറവും അതൊക്കെ കാരണം ഞാൻ കുറച്ചും കൂടി മൂത്തുപോയി. എന്താ, ചിലതിലൊക്കെ 2 എണ്ണമൊക്കെ ഉണ്ട്, ചിലതിലൊക്കെ 1 എണ്ണമേ ഉള്ളൂ. ഇത് മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ബാക്കി നമുക്ക് പശുവിന് കൊടുക്കാം. ഇവിടെ പോത്തുകളുണ്ട്, അപ്പോൾ അവർക്ക് കൊടുക്കാം. പറിച്ച് കൂട്ടി വെച്ചിരിക്കുന്നു. മൂക്കാത്തതൊന്ന് പറിച്ചാൽ ചിലപ്പോൾ സ്വീറ്റ് കോണിന് പറ്റുമോ അല്ലേ. ഇത് ചെറുതാണ്, പക്ഷെ സ്വീറ്റ് കോണിന് പറ്റുമായിരിക്കും. വേണ്ട, പറിച്ചോണ്ട് ഞാൻ അതെല്ലാം കൂടെ ഒരുമിച്ച് വെക്കി നോക്കട്ടെ. കിട്ടി കണ്ട. വേണ്ട, ഇത് സ്വീറ്റ് കോണാണ്, മൂക്കാത്തതാണ്. കണ്ട, ചെറിയതാണ്. ഇത് നല്ല നോക്കട്ടെ കേട്ടാ, കഴിച്ച് നോക്കട്ടെ. അതാണ് നല്ല ഇത്ര മൂക്കാത്തത്. അപ്പം അങ്ങനെ നമ്മുടെ ഈ പ്രാവശ്യത്തെ ചോള കൃഷി തീർന്നിരിക്കുകയാണ്. അതിൻ്റെ കൂടെ ഒരു കാര്യം ഉണ്ടായിരുന്നു. എനിക്കൊരു ചോള ഒരെണ്ണം സ്വർഗം കതിരാ കിട്ടി. അത് മുഴുവനും പക്ഷി തിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 2 മണി ഇട്ടതാണ്, മുഴുവനും പക്ഷികൾ തിന്ന് തീർത്തു. ഇതാണെങ്കിൽ ഇനിയും ചെയ്താൽ നല്ലപോലെ സ്വർഗമാണിത്. വെറൈറ്റി.